കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്ന് ലോകത്തിൽ അസമാധാനങ്ങൾ കൊണ്ടും സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ കൊണ്ടും മനുഷ്യൻ വ്യാകുലതകളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മെ അനുദിനം ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. വചനം ജീവനേകുന്നതാണ്, ചൈതന്യമുള്ളതാണ്, പ്രത്യാശ നൽകുന്നതാണ്, വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. നമ്മെ ഓരോ നിമിഷങ്ങളിലും ഉറപ്പും ധൈര്യവും നൽകി വിശ്വാസത്തിൽ നിൽക്കാൻ ആവശ്യമായ ദൈവകൃപയാൽ ശക്തിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കൂടുതൽ തന്റെ ഭക്തന്മാർ, ദൈവദാസന്മാർ സംസാരിക്കും. കാരണം അവർ ഓരോ വിശ്വാസികളും വിശ്വാസത്തിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. പാട്ടുകൾ നമുക്ക് പാടാം, കേൾക്കാം. അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും പാട്ടുകൾ ആസ്വദിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം സുലഭമായി നമുക്ക് ലഭിക്കപ്പെടാറില്ല. ആ വചനത്തിൽ നമ്മൾ അധിഷ്ഠിതമായി നിലനിൽക്കുമ്പോൾ, അതിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ നമുക്ക് പ്രത്യാശ വർദ്ധിക്കുകയും ജീവിക്കണമെന്നുള്ള ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട വിശ്വാസത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കരുതലും കൃപകളും ദൈവം നമുക്ക് നൽകുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങൾ ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് കടന്നു വരുന്ന ശോധനകളെ കുറിച്ച്, അവർക്കെതിരെ കടന്നു വരുന്ന പോരാട്ടങ്ങളെ കുറിച്ച്, അവർക്കെതിരെ കടന്നു വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതിന്റെ ഭാഗം ഇങ്ങനെയാണ്. സ്തെഫാനോസ് ഒരു കുറ്റാരോപിതനായി സുവിശേഷ വിരോധികൾ തന്നെ പിടിക്കപ്പെടുകയും അങ്ങനെ സകല ജനങ്ങളും കാണെ ഒരു വലിയ കൂട്ടം ആളുകൾ തന്നെ കല്ലെറിയുകയാണ്. ആ കല്ലേറുകൊണ്ട് ദൈനംദിനം താൻ വേദനയുടെ നടുവിൽ, ഭാരത്തിന്റെ നടുവിൽ, പ്രയാസം നടുവിൽ, ദുഃഖത്തിന്റെ നടുവിൽ നിലവിളിക്കുമ്പോൾ സ്വർഗം തനിക്ക് വേണ്ടി തുറക്കപ്പെട്ടു. അവിടെയാണ് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സുവിശേഷ വേലയിൽ ചെയ്യുന്ന ദൈവദാസന്മാരുടെ ഇടയിൽ, ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ, വചനോക്ഷവുമായി കടന്നു പോകുന്നവരുടെ നടുവിൽ, ട്രാക്റ്റുമായി പോകുന്നവരുടെ നടുവിൽ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനേക വിശ്വാസികളും വിശുദ്ധന്മാരുമുണ്ട്. അവർക്കൊക്കെ ഏത് സമയത്താണ് പ്രതികൂലങ്ങൾ വരുന്നത്, ഏത് സമയത്താണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിവില്ല. എന്നാൽ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഓരോ വിശ്വാസ വീരന്മാരുടെയും, വിശ്വാസത്തിൽ നിൽക്കുന്ന ഭക്തന്മാരുടെയും ജീവിതത്തിൽ വലിയ ആശ്വാസമാണ് ദൈവത്തിന്റെ വചനം. ഇവിടെ സ്തെഫാനോസിനെ അവർ കൊണ്ടുവരികയാണ്. സ്തെഫാനോസ് നിൽക്കുമ്പോൾ സകല ജനങ്ങളും ചുറ്റും നിൽക്കുകയാണ്. അവർ വെറുതെ നിൽക്കുന്നവരല്ല, ആരോപിക്കപ്പെട്ട് നിൽക്കുന്നവരാണ്, ആരോപണങ്ങൾ പറയുന്നവരാണ്. അവരുടെ കൈകൾ അതേ ശക്തമായിട്ട് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് കല്ലെറിയണമെന്ന് പറയുകയാണ്. അവരെല്ലാവരും കയ്യിൽ കല്ലെടുത്തിട്ടുണ്ട്. അവരെല്ലാവരും ഈ ദേവദാസനെതിരെ അതേ ആഹ്വാനം ചെയ്തതുപോലെ കല്ലെറിയുകയാണ്. ആ കല്ലേറ് കൊള്ളുമ്പോൾ താൻ ഓരോ സ്തോത്രങ്ങൾ പറഞ്ഞ് അവരോട് പ്രതികരിക്കാതെ, അവരോട് മത്സരിക്കാതെ, അവർക്കെതിരെ നിൽക്കാതെ, എതിര് പറയാതെ, എതിര് പ്രവർത്തിക്കാതെ അവിടെ നിന്നുകൊണ്ട് മൗനമായി സ്വർഗസ്വനായ തന്റെ പിതാവിനോട് താൻ അപേക്ഷിച്ചു. ദൈവത്തിന് ഇങ്ങനെയാണ് 34 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. ഇങ്ങനെയാണ്: ഹൃദയം നുറുങ്ങുന്നവർക്ക് സമീപസ്ഥ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നാണ്. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആ ദൈവത്തിന്റെ ദാസൻ അനുഭവിച്ച് അറിയുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, വലിയ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നു. ആ ദൈവത്തിന്റെ ദാസൻ ദൈവസന്നിധിയിൽ ഹൃദയനുറുക്കത്തോടെ കരഞ്ഞു. നമുക്കറിയാം, ഹന്നാ ദേവാലയത്തിൽ മനോവ്യസനത്തോടെ കരഞ്ഞു.
ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടേതായിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ മനസ്സ് നൊമ്പരപ്പെടുകയാണ്. ഭവനത്തിന്റെ യഥാസ്ഥിതികളെ ഓർത്തുകൊണ്ട് കരയുന്നവരുണ്ട്, മക്കളെ ഓർത്തുകൊണ്ട് കരയുന്നവരുണ്ട്. ഇന്ന് കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. മകൻ പിതാവിനെ വളരെയധികമായ വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ കൊല്ലുകയാണ്. തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് 5 പേരെ ഒരു ചെറുപ്പക്കാരൻ വെട്ടിക്കൊല്ലുകയാണ്. നിദാനമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ, ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രയെത്ര പ്രതികൂല സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്, എത്രയെത്ര അനുഭവങ്ങളാണ് കേൾക്കുന്നത്. ഇവിടെ ഈ ദൈവത്തിന്റെ ദാസൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവസന്നിധിയിൽ യാചിച്ചു. അതുവരെ തന്നോടൊപ്പം നടന്നവരുണ്ട്, ഒപ്പം ഇരുന്നവരുണ്ട്, ഒപ്പം ഭക്ഷണം കഴിച്ചവരുണ്ട്, ഒപ്പം ഉറങ്ങിയവരുണ്ട്, ശുശ്രൂഷയിൽ പങ്കെടുത്തവരുണ്ട്, ശുശ്രൂഷയിൽ പോയവരുണ്ട്, ഒന്നിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്, ആരാധിച്ചവരുണ്ട്, ഒന്നിച്ച് പാട്ട് പാടിയവരുണ്ട്, ഹല്ലേലൂയ പറഞ്ഞവരുണ്ട്, സ്തോത്രം ചെയ്തവരുണ്ട്. പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇതാണ് മനുഷ്യന്റെ ജീവിതം. ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി, തകർക്കപ്പെട്ട അവസ്ഥയാണ്. തകർന്നിരിക്കുന്ന ഹൃദയം, ഉടഞ്ഞുപോയ ഒരവസ്ഥയില്ല, നിറകണ്ണുകളോടെ, വേദനയോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ ആ ദൈവത്തിന്റെ ദാസൻ ഉറക്ക നിലവിളിച്ചെന്റെ പിതാവേ, ഉറക്ക നിലവിളിച്ചു. തകർന്ന മനസ്സോടെ ഒന്ന് വിളിച്ചാൽ തുറന്നു വരും, നമുക്ക് വേണ്ടി തുറക്കപ്പെടും. കൈവിടാത്തൊരുവനെ കാണുവാൻ, തള്ളിക്കളയാത്തൊരുവനെ അറിയുവാൻ, ചേർത്ത് പിടിക്കുന്നവരെ മനസ്സിലാക്കിയ ആ നിമിഷം ദൈവത്തിന്റെ ദാസൻ ഉറക്ക വിളിച്ചു, എന്റെ പിതാവേ. തനിക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടു. ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ് എന്റെ പ്രാണൻ വിടാൻ പോവുകയാണ്. തന്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു, തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. തൻ പ്രാണനെ വിട്ടു. തന്റെ ആത്മാവ് ആ കരങ്ങളിലായിരിക്കുന്നു എന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. കാരണം സ്വർഗം തനിക്കായി തുറക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കൂടെ നിന്നവര് മാറും, കൂടെ ഇരുന്നവര് മാറും, കൂടെ ഭക്ഷണം കഴിച്ചവര് മാറും, കൂടെ ചിരിച്ചവരും കളിച്ചവരും മാറും. എല്ലാവരാലും മാറ്റപ്പെട്ട അവസ്ഥയിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, അത് സാമ്പത്തികമാകട്ടെ, രോഗാവസ്ഥകളാകട്ടെ, ഒന്നുമില്ലാത്ത അവസ്ഥയാകട്ടെ, ആരുമില്ലാത്ത അവസ്ഥയാകട്ടെ, ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. എല്ലാവരാലും ഒറ്റപ്പെട്ടാലും, എല്ലാവരാലും കൈവിടപ്പെട്ടാലും, നിന്ന ഏറ്റുവാങ്ങും, പരിഹാസം ഏറ്റുവാങ്ങുമ്പോൾ, കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ, കുറ്റങ്ങൾ ചാർത്തപ്പെടുമ്പോൾ, ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെ കുറ്റക്കാരായി വിധിക്കുമ്പോൾ, ആരും നമ്മെ അറിയാതെ പോകുമ്പോൾ, ആരും നമ്മളെ അറിയുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല, ആരും മനസ്സിലാക്കാതെ പോകും. മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്, തുറന്നു തരും. സ്വർഗം തുറന്നിട്ട് പറയും, മകനെ ഞാൻ നിന്നെ നിന്റെ അവസ്ഥ, നിന്റെ സാഹചര്യം, നിന്റെ വേദനകൾ ഞാൻ അറിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ സമീപത്തുണ്ട്, നിങ്ങളുടെ ചാരയുണ്ട്. വേദന അറിയും, മാറ്റുക, അവൻ അരികിലുണ്ട് കേട്ടോ. നമുക്ക് ഒരുമിച്ച് അവന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കരുണയുള്ള ദൈവമേ, സുഖസ്ഥപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, രോഗികളായി കഴിയുന്നവർക്കായി, വാർഷികം ആഘോഷിക്കുന്നവർക്കായി, ജോലിയോടുള്ള ബന്ധത്തിൽ സ്വന്തദേശത്തും വടക്കേ ഇന്ത്യയിൽ, ഗൾഫ് മേഖലകളിൽ, യൂറോപ്യൻ രാജ്യത്തും അമേരിക്കയും ഒക്കെയായിട്ടും അനേക പ്രിയപ്പെട്ടവർ കേരളത്തിന്റെ അങ്ങോളം അനേക സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥന പരിപാലിച്ചങ്ങളുടെ മക്കൾ പലയിടങ്ങളിൽ